നമസ്കാരം. ഇന്ത്യയിൽ വിനോദത്തിനോ വാണിജ്യത്തിനോ ഇണക്കി വളർത്താനോ പാടില്ലാത്ത കുറച്ച് പാരറ്റ്സുകളെക്കുറിച്ച് ആണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. ഒന്നാമതായി അലക്സാൻഡ്രിയൻ പാരറ്റ്. വളരെ കോമൺ ആയിട്ടുള്ള പാരറ്റായ അലക്സാൻഡ്രിയൻ 40 വർഷത്തോളം ജീവിക്കുന്ന പാരറ്റാണ്. ഇതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഷോൾഡറിലുള്ള റെഡ് മാർക്കാണ് ഇതിനെ വേർതിരിച്ചറിയാൻ സാധിക്കും. അടുത്തതായി റോസ് റിംഗ്ഡ് പാരറ്റ്. ഇതൊരു മീഡിയം സൈസ്ഡ് പാരറ്റാണ്. 20-30 വർഷത്തോളം ജീവിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മലബാർ പാർക്കീറ്റ് അല്ലെങ്കിൽ ബ്ലൂ വിങ്ഡ് പാർക്കീറ്റ് എന്ന് പറയുന്ന പാരറ്റ്സിനെ കുറിച്ചാണ്. ഏകദേശം 20 മുതൽ 30 വർഷത്തോളം ജീവിക്കുന്നു ഇവ. അടുത്തതായി വളരെ കോമൺ ആയിട്ട് കാണുന്ന പ്ലം ഹെഡഡ് പാരറ്റ് എന്നറിയപ്പെടുന്ന പാരറ്റുകളാണ്. 20 മുതൽ 30 വർഷമാണ് ഇത് ജീവിച്ചിരിക്കുന്നത്. അടുത്തത് റെഡ് ബ്രസ്റ്റഡ് പാരറ്റ്. വളരെ കോമൺ അല്ല ഇവ. 20 മുതൽ 25 വർഷം വരെ ജീവിക്കുന്നു. അടുത്തത് ഹിമാലയൻ പാർക്കീറ്റ്. ഇത് 30 വർഷത്തോളം ജീവിക്കുന്ന പാരറ്റാണ്. ഫിൻഷേ പാർക്കീറ്റ് അല്ലെങ്കിൽ ക്രിംസൺ ഫ്രണ്ടഡ് പാർക്കീറ്റ്. ഇത് 50 വർഷം വരെ ജീവിക്കുന്നു. ലോങ് ടെയിൽഡ് പാർക്കീറ്റ്സ് 30 വർഷത്തോളം ജീവിക്കുന്നു. ഡെർബീസ് പാർക്കീറ്റ് ഏകദേശം 20 മുതൽ 30 വർഷത്തോളം ജീവിക്കുന്ന ഇവ. അടുത്തത് നിക്കോബാർ പാർക്കീറ്റ്സ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ കാണപ്പെടുന്ന ഇവ 35 മുതൽ 40 വർഷത്തോളം ജീവിക്കുന്നു. റോസി ഹെഡഡ് പാർക്കീറ്റ്, റോസി ക്രൗണ്ട് എന്നും പറയും. കോണ്യൂർ, ഗ്രീൻ ചീക്ക് കോണ്യൂറിനോട് സാമ്യമുള്ള പാർക്കീറ്റാണിത്. 15 വർഷമാണ് ഇതിൻ്റെ ആയുസ്. അടുത്തതായി വെർണൽ ഹാങ്ങിങ് പാരറ്റ് എന്നറിയപ്പെടുന്നു. പച്ചക്കിളി എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു പാർക്കീറ്റാണ്. ഇത് 10 വർഷത്തോളം ജീവിക്കുന്നു. ഇവയൊന്നും തന്നെ ഇന്ത്യയിൽ നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ വാണിജ്യ ആവശ്യങ്ങൾക്കോ വേണ്ടി വളർത്താൻ പാടില്ലാത്തവയാണ്. ഇത് എല്ലാം എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഗണത്തിൽപ്പെടുത്തി ഇന്ത്യയിൽ വാൺ ചെയ്തിട്ടുള്ളതോ ഇല്ലീഗലായിട്ട് കരുതുന്നതോ ആയിട്ടുള്ള പാർക്കീറ്റ്സുകളാണ്.